യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ലോകം നിങ്ങളെ ഭാഗ്യവാനെന്നും നിർഭാഗ്യവാനെന്നും ഒക്കെ വിളിക്കുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, ഭാഗ്യവാൻ. ദാവീദ് തൻ്റെ 1-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: രാവും പകലും അവൻ്റെ നിയമത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ്. പ്രിയപ്പെട്ടവരെ, വെളിപാടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നവീകരിക്കപ്പെട്ട ഹൃദയത്തോടെ നമ്മുടെ സ്തുതികൾ നമുക്ക് അവന് കരയേറ്റാം. എല്ലാ സ്തുതികൾക്കും യോഗ്യൻ അവനാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ മഹിമയ്ക്കും യോഗ്യൻ, എല്ലാ നാവും ഏറ്റുപറയുന്ന നാം, എല്ലാ മുട്ടും മടങ്ങുന്ന അവന്റെ തിരുനാം. അവനെ നമുക്ക് ഒന്നു ചേർന്ന് ആരാധിക്കാം. അവനാണ് സ്തുതികളിൽ വാഴുന്ന യഹോവ. അവനാണ് മഹിമയിൽ വാഴുന്ന രാജാവ്, ഇസ്രായേലിന്റെ രാജാവ്, എൻ്റെ പിതാവ്. വചനം പറയുന്നു, ഞാൻ നിങ്ങളെ മകൻ മകൾ എന്ന് വിളിക്കുമെന്ന്. ഓ പ്രിയപ്പെട്ടവരെ, മകൻ എന്ന മകൾ എന്ന സ്വാതന്ത്ര്യത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. നമുക്ക് ഒന്ന് ചേർന്ന് പാടാം: സ്തുതികളിൽ വാഴുന്നവൻ, ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യൻ അവനാണെന്ന്. സ്തുതികളിൽ വാഴുന്നവൻ, ആരാധനക്കേറ്റം യോഗ്യൻ. സ്തുതികളിൽ വാഴുന്നവൻ, ആരാധനക്കേറ്റം യോഗ്യൻ. മഹിമയിൽ വാഴുന്നവൻ, ദൈവമേ നീ പരിശുദ്ധൻ. മഹിമയിൽ വാഴുന്നവൻ, ദൈവമേ നീ പരിശുദ്ധൻ. എല്ലാ മുട്ടും മടങ്ങിയിടുമേ, എല്ലാ നാവും പാടിടുമേ. എല്ലാ മുട്ടും മടങ്ങിയിടുമേ, എല്ലാ നാവും പാടിടുമേ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. ഓ പ്രിയപ്പെട്ടവരെ, കുരിശില് സ്വയം ബലിയായി തീർന്നുകൊണ്ട് മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് വാനിലും മഹത്വത്തിലും വിരാജിക്കുന്ന അവനെ നമുക്ക് ഒന്നു ചേർന്ന് പാടി സ്തുതിക്കാം. നമുക്ക് കുരിശിൽ ബലിയായവൻ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. കുരിശിൽ ബലിയായവൻ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. വാനിൽ മഹത്വത്തിലെഴുന്നള്ളിടും യേശുവേ നീ പരിശുദ്ധൻ. വാനിൽ മഹത്വത്തിലെഴുന്നള്ളിടും യേശുവേ നീ പരിശുദ്ധൻ. എല്ലാ മുട്ടും, എല്ലാ മുട്ടും മടങ്ങിയിടുമേ, എല്ലാ നാവും പാടിടുമേ. എല്ലാ മുട്ടും മടങ്ങിയിടുമേ, എല്ലാ നാവും പാടിടുമേ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ.
നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. ഞങ്ങളെ സ്തുതിക്കുന്നു എല്ലാ സ്തുതിയും, എല്ലാ പുകഴ്ചയും, എല്ലാ മഹത്വവും നിനക്ക്. നീ മാത്രം വസിക്കുന്ന കർത്താവ്, നീ രാജാധിരാജൻ, നീ കർത്താധിപൻ, എല്ലാം കാണുന്ന ദൈവം, എല്ലാം സൃഷ്ടിക്കുന്ന ദൈവം, എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം. നീയാണ് രാജാവ്, നീയാണ് മഹോന്നതൻ, നീയാണ് മാറാത്ത ദൈവം, നീയാണ് മാറ്റമില്ലാത്ത ദൈവം, നീയാണ് നമ്മളെ പോറ്റുന്ന ദൈവം, നീയാണ് എന്നെ പുലർത്തുന്ന ദൈവം. നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാൻ നമുക്ക്. Hallelujah, Lord. Praise you, Lord. എല്ലാ സ്തുതിയും, എല്ലാ പുകഴ്ചയും, എല്ലാ മഹത്വവും നീ യേശു, നീ കർത്താവ്, നീ അത്യുന്നതൻ, നീ യഹോവ. Praise you, ഓ പ്രിയപ്പെട്ടവരെ, എന്നെ പോറ്റുന്ന, എന്നെ പുലർത്തുന്ന, എന്നെ പാലിക്കുന്ന ദൈവം, എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ പേര് വ്യക്തിപരമായിട്ട് സ്വന്തം കയ്യിൽ എഴുതിയിരിക്കുന്ന ദൈവം, എൻ്റെ തലയിലെ ഓരോ മുടിയും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ മുൻപോട്ട് നടക്കുമ്പോഴും ഞാൻ പുറകോട്ട് നോക്കാതെ എന്നെ നയിക്കുന്ന എൻ്റെ ദൈവം, എനിക്ക് കാവലാളായി സ്വന്തം ജീവൻ തന്നുകൊണ്ട് എന്നെ മഹിമയിലേക്ക് നയിക്കുന്ന എൻ്റെ ദൈവം, അവനാണ് എൻ്റെ കർത്താവ്. ഓ പ്രിയപ്പെട്ടവരെ, ദൈനംദിന ജീവിതത്തിൽ നന്ദി പറയാനായിട്ട് മറന്നുപോകുന്ന ഓരോ നിമിഷങ്ങൾ ഈ നിമിഷം നമുക്ക് ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര അധികം നമ്മൾ നന്ദി പറയണം അവിടുന്ന് നൽകുന്ന വൻ കാര്യങ്ങൾ ഓർക്കുമ്പോൾ. പലപ്പോഴും മഹാരോഗങ്ങൾ വന്ന് സൗഖ്യം നൽകുന്ന ശേഷം നമ്മൾ നന്ദി പറയാറുണ്ട്. എന്നാൽ ഒരു രോഗം പോലും എനിക്ക് വരുത്താതെ എന്നെ കൈപിടിച്ച് നടത്തുന്ന ആ ദൈവത്തിന് എത്രമാത്രം അധികം നമ്മൾ നന്ദി പറയണം പ്രിയപ്പെട്ടവരെ. സ്വന്തം മകനെ പോലെ മകളെ പോലെ താലോലിച്ചുകൊണ്ട് വഴി കാണിച്ചുകൊണ്ട് എന്നെ നയിക്കുന്ന സ്വന്തം പിതാവ്. അവന്റെ വചനം ഇപ്രകാരം പറയുന്നു: ആകാശവും ഭൂമിയും കടന്നുപോയാലും എന്റെ വചനത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന്. മകനെന്ന് വിളിച്ചുകൊണ്ട്, മകളെന്ന് വിളിച്ചുകൊണ്ട്, സ്വന്തം ജീവൻ തന്നുകൊണ്ട് എന്നെ രക്ഷിച്ച ആ പിതാവ്, അവനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാൻ. നമുക്ക് അറിയിക്കാത്ത എത്രയോ അനുഗ്രഹങ്ങൾ അവൻ എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. മറന്നതും മറക്കാത്തതുമായ അനേക നന്മകള് അവൻ എന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ചോദിക്കും മുമ്പേ ആവശ്യം അറിഞ്ഞ് എന്നെ തൃപ്തനാക്കുന്ന എന്റെ പിതാവ്. ഓ പ്രിയപ്പെട്ടവരെ, നന്ദി പറയാൻ ഞാനും നിങ്ങളും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് ദിവസം, ഇതാണ് സമയം. ഒന്ന് ചേർന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി 99നെയും ഉപേക്ഷിച്ച് കടന്നു വരുന്ന ആ പിതാവ്. ഓ പ്രിയപ്പെട്ടവരെ, അവനെ നമുക്ക് ഒന്ന് ചേർന്ന് നന്ദിയോടെ ഞാൻ എന്ന് പാടി പാടി സ്തുതിക്കാം. നമുക്ക് ഇന്ന് നമ്മൾ അത്ഭുതം കാണുമെന്ന് വചനം പറയുന്നു. ഓ പ്രിയപ്പെട്ടവരെ, വെളിപാടില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ഇന്ന് നവീകരിക്കുമെന്ന്. ചേർന്ന് പാടാം. നവീകരിക്കപ്പെട്ട മനസ്സോടുകൂടി ചേർന്നുകൊണ്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ.
യാചിക്കാത്ത നന്മകള് അനവധിയായിട്ട് എനിക്കേകുന്ന എൻ്റെ ദൈവം. യാചിക്കാത്ത നന്മകള് എല്ലാം നൽകിക്കൊണ്ട് എന്നെ തൃപ്തനാക്കുന്ന എൻ്റെ പിതാവ്. അവനെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് പാടാം. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോരും സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോരും സ്തുതി. നന്ദിയോടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഓ പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുന്നത് സത്യദൈവത്തിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിലാണെന്ന്. വരുന്ന ഓരോ ദിവസവും അവനോട് പ്രാർത്ഥിക്കാൻ നമുക്ക്, ദൈവമേ നിന്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള വരം നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് ചേർന്ന് പാടാം. നമുക്ക് സത്യദൈവത്തിൻ ഏകപുത്രനാം സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അവനെ സ്തുതിക്കാൻ നമുക്ക്. Lord, we praise you. എല്ലാ സ്തുതികൾക്കും എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ മഹത്വത്തിനും യോഗ്യൻ നീ കർത്താവേ. എണ്ണമില്ലാത്ത അനേകം നന്മകൾ നീ എനിക്കായി ചൊരിയുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു. നീ യേശു, നീ കർത്താവ്, നീ അത്യുന്നതൻ, നീ മഹോന്നതൻ. We praise you. Thank you, Jesus. ഓ ദൈവമേ, എത്ര അധികമായിട്ട്
നീ എന്നെ സ്നേഹിക്കുന്നു, എത്ര അധികമായിട്ട് നീ എന്നെ ആഗ്രഹിക്കുന്നു. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റ് ആരും ഇല്ല ഈശോയെ. ഓ എൻ്റെ ഈശോയെ, നീ ഇല്ലാതെ ഞങ്ങൾക്ക് പിതാവില്ല. മകനെന്ന് മകളെന്ന് അവകാശത്തോടെ വിളിക്കാനായിട്ടുള്ള ഏക നാമം അങ്ങയുടെ നാമമാണ് കർത്താവേ. ഓ യേശുവേ, അങ്ങേ പോലെ മറ്റ് ആരും ഇല്ല. ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനാണ് അങ്ങ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുകയെന്ന് പറഞ്ഞ 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം വീണ്ടും എഴുതിയിരിക്കുന്നു: ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നിങ്ങളുടെ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ വചനം പറയുന്നു, നിങ്ങൾ സ്തുതിക്കുവിൻ, വീണ്ടും വീണ്ടും സ്തുതിക്കുവിൻ. 34-ാം സങ്കീർത്തനം വീണ്ടും തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ കർത്താവിനെ സദാകാലവും വാഴ്ത്തും, അവന്റെ നാമം എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന്. നമ്മൾ വീണ്ടും ആ സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: സിംഹക്കുട്ടികള് ഇര കിട്ടാതെ അലഞ്ഞേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയപ്പെട്ട, നമുക്കറിയാം സിംഹം കാട്ടിലെ രാജാവാണ്. അവന് പോലും ഇര കിട്ടാതെ അലഞ്ഞേക്കാമെന്ന്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവന്, കർത്താവിന്റെ പുത്രന് പുത്രിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. ഓ പ്രിയപ്പെട്ടവരെ, അവനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് മാറ്റമില്ലാത്ത, മരണമില്ലാത്ത, എന്നെ പോറ്റുന്ന, എന്നെ പുലർത്തുന്ന, എന്നെ കാക്കുന്ന, എന്നെ കരുതുന്ന അവനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് സ്വർഗത്തില് ഈ നിമിഷം നമ്മോടൊപ്പം ആരാധിക്കുന്ന അനേകം വിശുദ്ധരുടെ ഗണം, വിശുദ്ധ പൗലോസും വിശുദ്ധ സീലാസും, ഓ പ്രിയപ്പെട്ടവര്, നമ്മുടെയൊക്കെ പേരിന് കാരണഭൂതനായിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരും, വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത അനേകം വ്യക്തികൾ, രക്തസാക്ഷികൾ, വന്ദകര്, അവരോടൊപ്പം ചേർന്നുകൊണ്ട് സ്വർഗത്തില് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് മാത്രം പ്രഘോഷിക്കുന്ന ആ ദൈവഗണത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പാടാം: ഓ ദൈവമേ, അങ്ങേ പോലെ മറ്റ് ആരുമില്ലെന്ന്. ഓ യേശുവേ, നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ പിതാവ്, അങ്ങേ പോലെ മറ്റാരുമില്ല. നമുക്ക് പാടി സ്തുതിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് അങ്ങേ പോലെ മറ്റ് ആരുമില്ല. അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല. യേശുവേ, യേശുവേ, അങ്ങേ പോലെ മറ്റാരുമില്ല. യേശുവേ, യേശുവേ, അങ്ങേ പോലെ മറ്റാരുമില്ല. അങ്ങേ പോലെ, അങ്ങേ പോലെ മറ്റാരുമില്ല. അങ്ങേ, അങ്ങേ പോലെ മറ്റാരുമില്ല. യേശുവേ, 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 അങ്ങേ പോലെ മറ്റാരുമില്ല. യേശുവേ, യേശുവേ, അങ്ങേ പോലെ മറ്റാരുമില്ല. അങ്ങേ പോലെ മറ്റാരുമില്ല. അങ്ങേ പോലെ മറ്റാരുമില്ല. നീയല്ലോ രാജാ,
രാജാവ് നീയല്ലോ പിതാവ് അങ്ങേപ്പോലെ അങ്ങേപ്പോലെ മറ്റാരുമില്ല അങ്ങേപ്പോലെ മറ്റാരുമില്ല യേശുവേ 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 അങ്ങേപ്പോലെ മറ്റാരുമില്ല യേശുവേ യേശുവേ അങ്ങേപ്പോലെ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ, അവനെപ്പോലെ മറ്റ് ആരുമില്ല. അവനാണ് കർത്താവ്, അവനാണ് രാജാവ്. അവന്റെ വചനം പറയുന്നു, സകലതും ഞാൻ നവീകരിക്കുക തന്നെ ചെയ്യും. ഓ പ്രിയപ്പെട്ട എന്നെ കാണുന്ന സഹോദര സഹോദരി, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവനെ സ്തുതിച്ചുകൊണ്ട് സ്തുതിയുടെ ഒരു പുതിയ ജീവിതം എനിക്കും നിങ്ങൾക്കും കെട്ടിപ്പടുക്കാം. അതിന് നമുക്ക് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ നന്ദി